ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ റമദാൻ ഡേ 7 വരെയാണ് വ്ളോഗ് ഇട്ടത്. അതിനുശേഷം നമുക്ക് ഇടാൻ പറ്റിയില്ല, വേറെ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. പിന്നെ നോമ്പ് 10-ൻ്റെ ഒരു ടൈമിലാണ് നമുക്ക് യുദ്ധം നടന്നത്. പിന്നെ ആ ഒരു സംഭവത്തെ പിന്നെ അങ്ങനെ ഒരു ഇതായിട്ട് പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇസ്രായേൽ ഇറാൻ യുദ്ധമായിരുന്നു. അപ്പം ഈ UAE-യിലാണ് നമുക്ക് കൂടുതലും മലയാളീസ് ഉള്ളത്. ദുബായ് ആ ഒരു ഏരിയയിലാണ്, നമുക്ക് അബുദാബി ആ ഒരു ഏരിയയിലാണ് കൂടുതലും മലയാളീസ് ഉള്ളത്. അപ്പം നമ്മൾ പിന്നെ നമ്മുടെ ബന്ധുക്കാരാണേലും എല്ലാവരും അവിടെ ഉണ്ട്, ദുബായിൽ ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിൽ പിന്നെ ഇരുന്നായിരുന്നു. പിന്നെ അങ്ങോട്ട് വീഡിയോ ഇട്ടില്ല. എനിക്ക് തോന്നുന്നു നോമ്പ് 10 ആ ഒരു ടൈമിലാണ് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇപ്പം പറയാം, മാമായും കുഞ്ഞുമ്മയുടെ ഭർത്താവ് കൊച്ചാപ്പായ എല്ലാവരും അവിടെയാണ് ഉള്ളത്. എല്ലാരും മൊത്തത്തിൽ എല്ലാ ഗൾഫ് നാടുകളിലും നടക്കില്ല. മിക്ക ഗൾഫ് നാടുകളിലും ഉണ്ട്. സൗദി, ഈ പറഞ്ഞ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, എല്ലായിടത്തും യുദ്ധം, ഒമാന്, എല്ലായിടത്തും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. എല്ലാരും വിഷമത്തിലാണ്. ബന്ധുക്കാരും എല്ലാരും ഉണ്ട്. ബന്ധുക്കാര് മാത്രമല്ല, പൊതുവെ മലയാളീസ് എല്ലാം കൂടുതലും ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് ആ ഒരു സ്ഥലത്ത് അവിടാണ്. അപ്പം പിന്നെ വിഷമം കാണുമല്ലോ. അന്നേരം പഠിച്ചനെ അനുഗ്രഹിക്കട്ടെ എല്ലാരെയും. യുദ്ധം പെട്ടെന്ന് ഇല്ലയോ റുസാന എന്താ മിണ്ടായിരിക്കുന്നു? അറക്കപ്പിച്ചേല. അപ്പൊ പഠിച്ചവൻ എല്ലാരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പം ഞങ്ങൾ ഇന്നത്തെ വെളുപ്പിലത്തേക്ക് ചോറും ഇന്നലെ നമ്മൾ കാണിച്ചില്ലല്ലോ ബ്ലോഗില്ലേ. അപ്പോൾ അവിടുത്തെ ഇച്ചിരി വെച്ച് ഇറച്ചിച്ചാറും, മോന് റോട്ടിയും ഇറച്ചിക്കറി കഴിക്കുന്നു. അവിടെ കഴിച്ചു. എന്താ ചോറല്ലേ കഴിക്കുന്നത്? യുദ്ധത്തിന്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചോറ് തന്നെയാണ്. അതെ, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം കഴിച്ചിട്ട് കാണാം. അപ്പോൾ കഴിച്ചോണ്ടിരിക്കുകയാണ്. കഴിച്ചിട്ട് നമുക്ക് ഒരു ഈവനിങ് ഒക്കെ നമ്മൾ ഡെയിലി വരുന്ന പോലെ ഈവനിങ് ഒക്കെ കാണാം. ഗൈസ്, എങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ എത്തി. ഏത്തയ്ക്കാപ്പം, ഈത്തപ്പഴം, മുന്തിരി, മുസമ്പി. ഇന്ന് ഇടിയപ്പമാണ്. ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുക്കറിൽ ചിക്കൻ കറി ഇരിപ്പുണ്ട്. ചിക്കനായിരുന്നു, ആവി പോയില്ല. കറി അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ വിശേഷം? ഇങ്ങനെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ ജ്യൂസ് റെഡിയായി. തണ്ണിമത്തൻ ഇവിടെ വേറെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്. ഗ്ലാസ്സുകളും നിരത്തി വെച്ച്. പിന്നെ ഗ്ലാസ് നിരത്തി വെച്ച വേറൊരു വലിയ ഗ്ലാസ് എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ട്യൂഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. എൻ്റെ മോൾക്ക് ക്ഷീണമുണ്ടോ? ക്ഷീണമില്ലല്ലോ? കുഴപ്പമുണ്ടോടാ? പിന്നെ ചായ ഇട്ടുകൊണ്ട് വെച്ചു. ഇപ്പം ജോലി അങ്ങ് ഒതുക്കി. ഇനിയിപ്പോൾ എല്ലാവരും വന്ന് നോമ്പ് തുറന്നാൽ അതാ എങ്ങനെ വരുന്നേ. ഞാൻ എടുത്ത് വെച്ചല്ല, അങ്ങനെയൊക്കെയാണ്. അങ്ങനെയല്ല, ഇയാൾക്ക് ഇഷ്ടപ്പെട്ട മുസമ്പി ഉണ്ട്. മുസമ്പിയിൽ ഉപ്പിട്ടോ എന്തുവാണ്, വാപ്പിയായിരുന്നു എടുത്ത് വെച്ചത്, അറിയില്ല, ചോദിക്കാം. ഓക്കെ, കാണാമല്ലോ. നോമ്പ് തുറന്നു. അപ്പോൾ വാങ്ങ് പിടിച്ചിട്ടുണ്ട്. നോമ്പ് തുറന്ന് ജ്യൂസ് കുടിക്കുകയാണ്. സിറ്റി ബേക്കറിലെ ജ്യൂസാ. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് ഇടിയപ്പവും ചിക്കൻ ഹോം മേഡ് കറി. ഇടിയപ്പം ഹോം മേഡാ. ഇടിയപ്പം ചിക്കൻ കറി. കാക്ക് വേണ്ടേ? കറി വേണ്ടേ? മോള് അവിടെ ഇരുന്ന് ഓതുക. മോള് ഓതിയിട്ട് വന്ന് കഴിക്കത്തുള്ളൂ. ചില ദിവസങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഓതിയിട്ടോ മിണ്ടൊക്കെ പോവാം. فلا يخاف يخصا ولا رهقا يرسل السماء عليكم مدرارا وينذر
ഗൈസ് അങ്ങനെ മോളെ ഓതിക്കൊണ്ടിരിക്കുക, മോളെ കാണിച്ചവിടെ ഓതുന്നത്. അവള് ഇനി വരാന്ന് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഓതിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു. ഗൈസ് അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തിട്ടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. 13ാമത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞു. ഓക്കെ അടുത്ത വീഡിയോ കാണാം. അടുത്തിട്ട് കാണാം.